ഇവർക്ക് എല്ലാവരും ഗെയിമാണ്, അത് വെറുതെ ഫോൺ കളിക്കാനല്ലാതെ ജോബ് ഫീൽഡ് അങ്ങനെ ഒന്നും ഇല്ല, ഇതിലൊരു ഭാവി ഇല്ല, അങ്ങനെ ഇതിലാണ് എല്ലാവരും സംസാരിച്ചത്. ഞാൻ +2 ബാക്ക്ഗ്രൗണ്ടിൽ വന്നാണ്, ഡിഗ്രി ഒന്നും ഇല്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞു കോഡിംഗ് ഒന്നും അത്ര ടഫാണ്, നടക്കില്ല, ഡിഗ്രി കഴിഞ്ഞിട്ടെങ്കിലും വേണം നോക്കാൻ, ഇല്ലെങ്കിൽ വെറുതെ ക്യാഷ് കളയാനാണ്. ഞാൻ ഈ ഗെയിം ഡെവലപ്മെൻറ്റ് ചൂസ് ചെയ്തപ്പോൾ തന്നെ ഫ്രണ്ട്സിനോടും ഫാമിലിയോടൊക്കെ പറഞ്ഞു ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുറച്ചൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ പഠിക്കുമ്പോൾ തന്നെ ആൾക്കാർ പറയുന്നുണ്ട് ഇതിന് വല്ലതും നടക്കൂ, പോയിട്ടുള്ള കാര്യമുണ്ട്, വെറുതെ ടൈം കളയണമെന്ന്. ഞാൻ ഒരു ആഡ് കണ്ടിട്ടാണ് EXRനെ കോൺടാക്ട് ചെയ്തത്. അപ്പോൾ അവർ സംസാരിച്ച് ഡീറ്റെയിൽസ് അറിഞ്ഞപ്പോഴാണ് മനസ്സിലായത് പണ്ടത്തെ ആ ഒരു സ്പൂൺ ഫീഡിങ് ടൈപ്പല്ല, സെൽഫ് സ്റ്റഡി ആണ്, എന്നാൽ മെൻറ്റർഷിപ്പും ഉണ്ട്. ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ മെൻറ്റർഷിപ്പും ഉണ്ടാവും, എന്നാൽ സെൽഫ് സ്റ്റഡി ഉണ്ടാവും, സ്പൂൺ ഫീഡിങ് മാറും. അപ്പോൾ ഒന്നും കൂടിയും മനസ്സിലാക്കി പഠിക്കാമെന്നാണ് എൻ്റെ ഒരു പേര്. എനിക്ക് ഗെയിമിങ്ങിൽ പാഷൻ ഉണ്ട്, ഗെയിമിങ് ഇൻട്രസ്റ്റ് ആണ്. ആ ഒരു ഇൻട്രസ്റ്റും പാഷനും ഉണ്ടെങ്കിൽ ഈ ഒരു ഫീൽഡിൽ തന്നെ ജോബും വേണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഈ ഫീൽഡിലേക്ക് വരാം. നല്ല ഓപ്പർച്യൂണിറ്റീസ് ഇല്ല തന്നെയാണ്. ഒരു ഒപ്പീനിയനിൽ EXR തന്നെയാണ് നല്ലത്.